നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പന നഗരസഭയുടെ ക്യാൻസർ രോഗനിർണയ കേന്ദ്രം, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം, സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് എന്നിവ 22 മുതൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ക്യാൻസർ രോഗനിർണയ കേന്ദ്രം മന്ത്രി റോഷി അഗസ്റ്റിനും, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഡീൻ കുര്യാക്കോസ് എംപിയും, സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോണും ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച വളർത്തുനായ ചത്തു. നായയുടെ ശരീരത്തിലുണ്ടായിരുന്നത് 10ഓളം മുറിവുകൾ. നായ ഉണ്ടായിരുന്നത് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ സംരക്ഷണത്തിൽ. കട്ടപ്പന കല്യാണത്തണ്ട് വെട്ടിക്കുഴക്കവല മേഖലകളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനെത്തിച്ച ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുന്നില്ലെന്ന് പരാതി. 2 ട്രാൻസ്ഫോർമറുകൾ കട്ടപ്പന KCBയിൽ എത്തിച്ചത് നിരവധി പരാതികളുടെയും സമരങ്ങളുടെയും ഫലമായിട്ട്. ലൈഫ് മിഷൻ പദ്ധതി വഴി മാറ്റുകുടി പഞ്ചായത്തിൽ നടക്കുന്ന ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന ആരോപണം. 28 കുടുംബങ്ങൾക്ക് വേണ്ടി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത് മുരിക്കാശ്ശേരിക്ക് സമീപം. നിർമ്മാണത്തിലെ അപാകതയും ക്രമക്കേടുകളും മുൻപും ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. വിശദമായ വാർത്തകൾ. കട്ടപ്പന നഗരസഭയുടെ ക്യാൻസർ രോഗനിർണയ കേന്ദ്രം, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം, സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് എന്നിവ 22 മുതൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ക്യാൻസർ രോഗനിർണയ കേന്ദ്രം മന്ത്രി റോഷി അഗസ്റ്റിനും, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഡീൻ കുര്യാക്കോസ് എംപിയും, സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോണും ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 ഏക്കർ താലൂക്ക് ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ ആരംഭിക്കുന്ന കേന്ദ്രത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ ക്യാൻസർ ചികിത്സാ ആശുപത്രികളുടെയും സേവനം ലഭ്യമാക്കും. നഗരപ്രദേശങ്ങളിൽ സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും ആരോഗ്യ സേവനങ്ങൾ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നതിനും പുതിയ സംരംഭത്തിലൂടെ സാധിക്കും. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ കേന്ദ്രവും, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രവും, സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് എന്നിവയുടെ ഉദ്ഘാടനം നമ്മൾ ഏപ്രിൽ 22 തീയതി ചൊവ്വാഴ്ച 12 മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ദന്തൽ ചികിത്സാ രംഗത്ത് കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് ആരംഭിക്കുന്നത്. ഈ വിഭാഗത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ചികിത്സയും ആധുനിക സജ്ജീകരണങ്ങളും ഉണ്ടാകും. ഈ കേന്ദ്രങ്ങളിലെല്ലാം ചികിത്സ പൊതുജനങ്ങൾക്ക് സൗജന്യമായിരിക്കും. ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നു. ജനകീയ അർബൻ PSCയുടെ ഉദ്ഘാടനം അത് ബഹുമാനായ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിർവഹിക്കുന്നതും, ഡെന്റൽ പോളി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ VP ജോൺ നിർവഹിക്കുന്നതാണ്. ഇതോടുകൂടി നമ്മൾ 3 അർബൻ PSCകളാണ് ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നത്. അത് 3ാമത്തേതാണ് ഇത്. വള്ളക്കടവിലും നത്തകളിലും നമുക്ക് ആരംഭിച്ച് അത് വിജയകരമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. 1 കോടി രൂപ ചെലവഴിച്ചാണ് 3 കേന്ദ്രങ്ങളും ആരംഭിക്കുന്നത്. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായവും ആരോഗ്യവകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന് പ്രത്യേക പരിഗണനയും ലഭിച്ചതോടെയാണ് 3 കേന്ദ്രങ്ങളും ഒരിടത്ത് പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചതെന്ന് ഭരണസമിതി അറിയിച്ചു. നമ്മൾ പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടം ആ ഒരു ആവശ്യത്തിന് വേണ്ടി അവരോട് ചോദിക്കുകയും അവരത് വിട്ടുതരികയും ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിന് അവിടെ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി ആണ് അവിടെ രോഗനിർണയ കേന്ദ്രം നമ്മൾ ആരംഭിക്കുന്നു. കേരളത്തിലെ പ്രമുഖ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ ആഴ്ചയിൽ 2-3 ദിവസം രോഗികളെ പരിശോധിച്ച് അവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് അത് അവർ ഏത് ആശുപത്രിയിൽ നിന്നാണോ ഡോക്ടേഴ്സ് വരുന്ന അതേ ആശുപത്രിയിൽ തന്നെ അതിന്റെ പരിശോധന നടത്തി റിസൾട്ട് പറയത്തക്ക ക്രമീകരണമാണ് ഇപ്പോൾ ക്യാൻസർ രോഗനിർണയ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തിയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധിച്ച് നമ്മൾ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് അത് നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഡെന്റൽ ക്ലിനിക്ക് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ സൗജന്യമായി ഡെന്റൽ ചികിത്സ കട്ടപ്പനയിൽ വിദഗ്ധ ഡോക്ടർമാരെ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വളരെ സൗകര്യമാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മളുടെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി അവിടെ ആരംഭിക്കുക. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രവും അതോടൊപ്പം തന്നെ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കും എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റർ ഒരാഴ്ചയിൽ 2-3 ദിവസം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓരോ ദിവസവും ഏതെങ്കിലും പ്രത്യേക ആശുപത്രിയിൽ നിന്നും വരുന്ന ഡോക്ടർമാരായിരിക്കും രോഗികളെ പരിശോധിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളുടേതാണ്. അവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടേത് തന്നെയാണ്.
ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയാകും. DMO ഡോക്ടർ സുരേഷ് വർഗീസ്, നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും. ജില്ലയിലെ ആദ്യത്തെ ക്യാൻസർ രോഗനിർണയ കേന്ദ്രമാണ് കട്ടപ്പനയിൽ ആരംഭിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ബീന ടോമി, ജോയി വെട്ടിക്കുഴി, അഡ്വക്കേറ്റ് KJ ബെന്നി, സിബി പാറപ്പായി, ജോയി ആനത്തോട്ടം എന്നിവർ പങ്കെടുത്തു. തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച വളർത്തുനായ ചത്തു. നായയുടെ ശരീരത്തിൽ 10ഓളം മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ആനിമൽ റെസ്ക്യൂ ടീമിന്റെ സംരക്ഷണത്തിലായിരുന്നു നായ. കഴിഞ്ഞ ദിവസമാണ് ദേഹമാസകലം മുറിവേറ്റ നിലയിൽ തൊടുപുഴ മുതലക്കോടത്ത് നിന്ന് നായയെ അനിമൽ റെസ്ക്യൂ ടീമിന് ലഭിച്ചത്. വഴിയാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി നായയെ ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷമാണ് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയത്. നായയുടെ ശരീരത്തിൽ 10ഓളം മുറിവുകളാണ് ഉണ്ടായിരുന്നത്. സംഭവത്തിൽ ഉടമ ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിരുന്നു. വെട്ടേറ്റ നായയുടെ ശരീരത്തിൽ നിന്ന് അധികമായി രക്തം നഷ്ടപ്പെട്ടിരുന്നതും നായ ചാകാൻ ഇടയായതായി അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ പറഞ്ഞു. ഈ 2-3 ദിവസം ഞങ്ങളുടെ അടുത്ത എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഒരു എഫക്റ്റ് എടുത്തിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെയും ഉപദ്രവിക്കുന്നവർക്ക് അറിയില്ലല്ലോ, ഇതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടൊന്നും അറിയില്ലല്ലോ. നല്ല വിഷമമുണ്ട്. ഇനി പരമാവധി ശ്രമിച്ചു. ഇവിടെ വെച്ചിട്ട് ഓക്സിജൻ കൊടുത്തു, CPR കൊടുത്തു, എന്നിട്ടൊന്നും രക്ഷപ്പെട്ടില്ല. ബ്ലഡ് തീരെയില്ല. ഉടമയുടെ ആജ്ഞ അനുസരിച്ചില്ല എന്ന കാരണത്താലാണ് നായയെ ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച് തെരുവിൽ ഉപേക്ഷിച്ചത്. മദ്യലഹരിയിലായിരുന്നു ഉടമ ഷൈജു നായയെ ആക്രമിച്ചത്. കട്ടപ്പന കല്യാണത്തണ്ട് വെട്ടിക്കുഴക്കവല മേഖലകളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് എത്തിച്ച ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുന്നില്ലെന്ന് പരാതി. നിരവധി പരാതികളുടെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ് 2 ട്രാൻസ്ഫോർമറുകൾ കട്ടപ്പന KSEBയിൽ എത്തിച്ചത്. കല്യാണത്തണ്ട്, വെട്ടിക്കുഴക്കവല, ഹാപ്പി നഗർ മേഖലകളിലെ ജനങ്ങളാണ് നാളുകളായി വോൾട്ടേജ് ക്ഷാമത്തിൽ ദുരിതമനുഭവിക്കുന്നത്. 100 കണക്കിന് കുടുംബങ്ങൾ ഇതോടെ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ഇത് കുടിവെള്ള പദ്ധതികളെ അടക്കം പ്രതികൂലമായി ബാധിച്ചു. വിഷയത്തിൽ നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ല. ഇതോടെ പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു. തുടർന്നാണ് 2 ട്രാൻസ്ഫോമറുകൾ അനുവദിക്കുകയും ഇവ കട്ടപ്പന KSEB ഓഫീസിൽ എത്തിക്കുകയും ചെയ്തത്. എന്നാൽ നാളിതുവരെയായി ഇവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ആ ട്രാൻസ്ഫോമർ വെക്കുന്നതിന് നിരന്തരമായി ഞങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർ ഓരോ ദിവസവും ഓരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് തള്ളിവിടുകയാണ്. അതിനുശേഷം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും KSEB പണം വാങ്ങിക്കൊണ്ട്, കാരണം പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് KSEB അത്തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് വെച്ചു കൊടുത്തു. പക്ഷേ 300ഓളം ഗുണഭോക്താക്കൾ ഈ കടുവേനത്ത് വെള്ളമടിക്കാൻ വിഷമിക്കുമ്പോൾ 50,000 രൂപ അധികം വരുന്ന കറണ്ട് ബില്ല് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കുറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് അവിടുത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവരിപ്പോൾ ഞങ്ങളോട് പറയുന്ന കാരണം എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ട് ക്ലാമ്പ്, ആ ട്രാൻസ്ഫോമർ പിടിപ്പിക്കുന്ന ക്ലാമ്പ് ഇല്ല എന്നുള്ള ഒറ്റ കാര്യപ്രകാരം 2-3 ആഴ്ചയായിട്ട് ഈ ട്രാൻസ്ഫോമർ ഈ KSEBയുടെ മുന്നിൽ നിൽക്കുകയാണ്. അടുത്ത നാളുകൾക്കിടയിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടെ കൂടി KSEB ട്രാൻസ്ഫോമറുകൾ നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നിരവധി കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നതായാണ് പരാതി. ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട ചില സാമഗ്രികളുടെ അഭാവമാണ് കാലതാമസം ഉണ്ടാകാൻ കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കട്ടപ്പന മേട്ടുകുഴി കാവുംപടിക്ക് സമീപം ശക്തമായ കാറ്റിൽ 2 വീടുകൾക്ക് മുകളിലേക്ക് മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ അപകടം. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത്. പുതുപ്പറമ്പിൽ ആന്റോയുടെ വീടിന് മുകളിലേക്ക് പ്ലാവിന്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് 50ഓളം ഓടുകൾ പൊട്ടി. വീടിനോട് ചേർന്നുള്ള ചാർത്തും തകർന്നു. സംഭവ സമയം മേഖലയിൽ വലിയ തോതിൽ കാറ്റടിച്ചതായി വീട്ടുകാർ പറഞ്ഞു. എൻ്റെ വീടിൻ്റെ ആ കോൺ മുഴുവൻ തകർന്നു പോയി. പിന്നെ പേരയുടെ ചായ്പ എന്ന് പറയുന്ന വാഷിംഗ് മെഷീനെല്ലാം കൂടെ വെച്ചിരിക്കുന്ന അവിടെ എല്ലാം തകർന്നു പോയി. പിന്നെ ഈ കറണ്ടെല്ലാം ലൈനെല്ലാം പൊട്ടിപ്പോയി. ഭയങ്കര കാറ്റും ഇടിവെട്ട്, ഭയങ്കരമായിട്ട് ഇടിവെട്ടായിരുന്നു. 2-3 ഇടിവെട്ടി. മരത്തിന്റെ ശിഖരങ്ങൾ വീണതിനെ തുടർന്ന് ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റും ഒടിഞ്ഞു വീണു. പുത്തൻപുരയ്ക്കൽ മോഹൻദാസിന്റെ വീടിന് മുകളിലേക്കും മരശിഖരം ഒടിഞ്ഞു വീണെങ്കിലും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. മരങ്ങൾ വീണതിനെ തുടർന്ന് ഇന്റർനെറ്റ് കേബിളുകൾ അടക്കം നശിച്ചു. ഇതോടെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മേഖലയിലെ വൈദ്യുതി ബന്ധവും പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വിലവർദ്ധനവ് അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ചിരിക്കുകയാണ്. സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചത്.
നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്. അടിക്കടി ഉണ്ടാകുന്ന ഗ്യാസ് വിലവർദ്ധനവ് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. അപ്പോൾ ഗ്യാസിന് ഇതുപോലെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവങ്ങളായ സ്ത്രീകൾ, കൂലിപ്പണി ചെയ്തിട്ട് വരുന്ന സ്ത്രീകൾക്ക് അരി മേടിക്കണോ ഗ്യാസ് മേടിക്കണോ എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് ഗ്യാസിന് വില കുറച്ച് സഹോദരിമാരെ അല്ലെങ്കിൽ വീട്ടമ്മമാരെ സംരക്ഷിക്കുക എന്ന ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ളത്. UPA സർക്കാരിന്റെ കാലത്ത് ഗ്യാസിന് 300 രൂപയായപ്പോൾ വഴിയിൽ കഞ്ഞിവെച്ചും വണ്ടിയുന്തിയും പ്രതിഷേധിച്ച BJPയും ഇടതുപക്ഷവും ഗ്യാസ് വില 1000 കടന്നിട്ടും മൗനം പാലിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ പെന്നി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നേതാക്കളായ ജോസ് മുത്തനാട്ട്, KA മാത്യു, സിബി പാറപ്പായി, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, KS സജീവ്, PS മെരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭീമമായ കോർട്ട് ഫീസ് സ്റ്റാമ്പ് വിലവർദ്ധനയ്ക്കെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ ധർണ നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സിഡ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന, നെടുങ്കണ്ടം, പീരുമേട് തുടങ്ങിയ യൂണിറ്റുകളിൽ നിന്നുള്ള കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് MC വിജയൻ അധ്യക്ഷത വഹിച്ച ധർണ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സിഡ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണെന്നും പറഞ്ഞ് അധികാരം ഏറ്റെടുത്തിട്ട് പാവങ്ങളെ മുഴുവൻ ചൂഴ്ന്നെടുത്തുകൊണ്ട് പാവങ്ങൾക്ക് ജീവിക്കുവാൻ അവകാശമില്ലാത്ത രീതിയിലുള്ള അമിതമായ വർധനവും അമിതമായ ഫീസ് കൂട്ടലുമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വക്കീൽ ഓഫീസുകളിലും കോടതി വരാന്തകളിലൂടെയും കയറി ഇറങ്ങി നടക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭിക്കുവാനുള്ള അമിതമായ നീതിയുടെ തീവ്രതയാണ് ഈ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് KP വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി അഭിലാഷ് CV, രാജേന്ദ്രൻ നായർ, KJ സാബു, രാജീവ് KR, ബിന്ദു B തുടങ്ങിയവർ സംസാരിച്ചു. മറയൂർ ചിന്നാർ റോഡിൽ ഇറങ്ങി വിരിക്കൊമ്പൻ എന്ന കാട്ടാന. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മറയൂർ ചിന്നാർ ഉദുമൽപേട്ട റോഡിൽ പൊങ്കനോടയ്ക്ക് സമീപം ആന ഇറങ്ങിയത്. ഇതോടെ സർവീസ് ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും അരമണിക്കൂറോളം റോഡിൽപ്പെട്ടു. അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെങ്കിലും പിന്നീട് ആന റോഡിൽ നിന്നും വനത്തിലേക്ക് പിൻവാങ്ങി. കുമളി 66-ാം മൈലിന് സമീപം അയ്യപ്പ ഭക്തരുടെ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. തമിഴ്നാട് സ്വദേശികളായ അയ്യപ്പ ഭക്തരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുമളി 66-ാം മൈലിലെത്തിയപ്പോൾ നിയന്ത്രണ നഷ്ടമായ വാഹനം മറുവശത്തെ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറിയ ശേഷം തലകീഴായി മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം. വാഹനത്തിൽ 4 പേരാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത്. തമിഴ്നാട് സ്വദേശികളായി ഇവർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൊടുപുഴ കാളിയാർ ഫാക്ടറി ജംഗ്ഷനിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം. ആലുവയിൽ നിന്നും മണ്ണപ്പുറത്തേക്ക് പോയ പിക്കപ്പ് വാഹനമാണ് ടയർ പൊട്ടി റോഡിൽ മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ ചില്ലും ഓയിലും റോഡിൽ കിടന്നത് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്നതിന് കാരണമായി. ഇതോടെ നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി റോഡിലെ ചില്ലും വാഹനഭാഗങ്ങളും ഓയിലും വെള്ളം പമ്പ് ചെയ്ത് നീക്കി. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ല. ആലുവയിൽ നിന്നും വണ്ണപ്പുറത്തേക്ക് പോയ പിക്കപ്പ് വാഹനമാണ് ടയർ പൊട്ടി റോഡിൽ മറിഞ്ഞ അപകടമുണ്ടായത്. പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസും INTUCയും. ഇതിന്റെ ഭാഗമായി 24-ാം തീയതി വാഴൂർ സോമൻ MLAയുടെ വസതിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. പോപ്സ് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് 4 മാസമായി ശമ്പളം നൽകാതെ മാനേജ്മെന്റ് തൊഴിലാളി ദ്രോഹ നയം സ്വീകരിച്ചു വരികയാണ്. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ കൊളുന്ത്, മരം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. ലേബർ ഡിപ്പാർട്ട്മെന്റ് വഴി ചർച്ചകൾ നടത്തി തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ശമ്പളം വാങ്ങി നൽകാൻ മുന്നിട്ടിറങ്ങേണ്ട MLA വാഴൂർ സോമൻ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഇതിനെതിരെയാണ് INTUC MLAയുടെ വണ്ടിപ്പെരിയാറിലെ വസതിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. 24-ന് വണ്ടിപ്പെരിയാറിലെ മുഴുവൻ എസ്റ്റേറ്റ് തൊഴിലാളികളെയും ഉൾപ്പെടുത്തി വലിയ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് HRPE യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ്, KPW യൂണിയൻ പ്രസിഡന്റ് ഷാജി പൈനാടത്ത് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു തീരുമാനം പോലും നടപ്പാക്കുവാനായിട്ട് ഈ മാനേജ്മെന്റ് തയ്യാറായില്ല. തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്ത ഒരവസ്ഥ വന്നു. മാനേജ്മെന്റിന്റെ ഈ തൊഴിലാളി വിരുദ്ധ
നിലപാടുകളിൽ അത് പ്രതിഷേധിച്ചുകൊണ്ട് പല സമരങ്ങളും നടത്തിയെങ്കിലും ഒരു ഫലം കാണുന്നില്ല. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടെങ്കിൽ മാത്രമേ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുകയുള്ളൂ. തൊഴിൽ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പോ ഈ കാര്യത്തിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെയുള്ള പരാതി. 24-ാം തീയതി 11 മണിക്ക് ഇവിടെ വാഴുസോമൻ MLA-യുടെ വീട്ടിലേക്ക് INTUC-യുടെ തൊഴിലാളികൾ അന്ന് പണിമുടക്കി എല്ലാവരും സമരവുമായിട്ട് അവിടെ കടന്നു വന്നുകൊണ്ട് അവിടെ വലിയൊരു പ്രതിഷേധ മാർച്ച് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. തൊഴിലാളികളെ അണിനിരത്തി പണിമുടക്കിക്കൊണ്ട് സമരം നടത്താനും INTUC തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ PR അയ്യപ്പൻ, PK രാജൻ, KA സിദ്ദിഖ്, M ഉദയസൂര്യൻ, രാജൻ കൊഴുവന്മാക്കൽ, S ഗണേശൻ തുടങ്ങിയവരും പങ്കെടുത്തു. ജില്ലയിൽ നിന്നും മികച്ച ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുക, ലഹരിക്കെതിരെ പോരാടുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മധ്യവേനൽ അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തിന് തുടക്കമായി. രാജകുമാരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ആരംഭിച്ച പരിശീലന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. രാസലഹരിയുടെ പ്രലോഭനങ്ങളിൽ നിന്നും യുവാക്കളെ സംരക്ഷിക്കുക, ജീവിതമാണ് ലഹരി, ആരോഗ്യമാണ് സമ്പത്ത് എന്ന അവബോധം യുവജനങ്ങളിലേക്ക് എത്തിക്കുക, മികച്ച കായിക പ്രതിഭകളെ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും വിവിധ കലാ, കായിക, സാംസ്കാരിക സംഘടനകളുടെയും സഹകരണത്തോടെ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ചത്. 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവർക്കാണ് പരിശീലനം നൽകുന്നത്. രാജകുമാരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു. ലോകത്തിന്റെ അറിവുകളെ മുഴുവൻ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന സംവിധാനത്തിലേക്ക് ലോകം വളർന്നിരിക്കുകയാണ്. ആ ലോകത്തിന്റെ ആ വലിയ ഒരു വളർച്ച നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കളിച്ചു ചിരിക്കേണ്ട ഒരു പ്രായത്തിൽ നമ്മുടെ കളി എന്തായിരിക്കണം, നമ്മുടെ ചിരി എന്തായിരിക്കണം, നമ്മുടെ ജീവിതം എന്തായിരിക്കണം, നമ്മുടെ സമയം അതെങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീഷ് മുകളിലിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ രാജാക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിനോദ് കുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ സിജു, ഗ്രാമപഞ്ചായത്ത് അംഗം ആശ സന്തോഷ്, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PS അബ്ദുൾ സമദ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുരുവിള സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് CC മാത്യു, പരിശീലകൻ MM ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറേഞ്ച് NSS യൂണിയൻ പീരുമേട് മേഖല പ്രവർത്തക യോഗം ശ്രീകൃഷ്ണവിലാസം NSS കരയോഗ മന്ദിരത്തിൽ നടന്നു. യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ബോധവൽക്കരണം, കരയോഗം, വനിതാ സമാജം, ശാസ്ത്രീയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ, വിവാഹം, മരണാനന്തര ചടങ്ങ്, ആധ്യാത്മിക പഠന കേന്ദ്രം, വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന പരിപാടികൾ, ബാലസമാജം പ്രവർത്തനങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. പീരുമേട് ശ്രീകൃഷ്ണവിലാസം കരയോഗം മന്ദിരത്തിൽ നടന്ന യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി PC അജയൻ നായർ അധ്യക്ഷനായി. യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. അതിന് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്, പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ കുടുംബങ്ങളിൽ, കരയോഗ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹ മരണാനന്തര ചടങ്ങുകളെ വളരെ മനോഹരമായും ഭവ്യതയോടുകൂടിയും മറ്റുള്ളവർ കണ്ടാൽ ആകർഷിക്കുന്ന വിധത്തിൽ വളരെ ഭവ്യതയോടുകൂടി നടത്തുന്ന എല്ലാ ആചാരങ്ങൾ, മര്യാദകളും പാലിച്ച് നടത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ വണ്ടിപ്പെരിയാർ കരയോഗം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ പിള്ള, യൂണിയൻ ഭരണസമിതി അംഗം KV അജയകുമാർ, കമ്മിറ്റി അംഗം KK ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ചപ്പാത്തിൽ സംഘടിപ്പിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയൻ ഈറ്റോലിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ സേവാഭാരതിയുടെയും സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചപ്പാത്ത് SNDP ഓഡിറ്റോറിയത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചപ്പാത്ത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയൻ ഈറ്റോലിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ സേവാഭാരതി പ്രസിഡന്റ് അജി TS, സെക്രട്ടറി ബിജുമോൻ പുതിയംഗം, പാർവതി സുരേഷ്, മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സ്റ്റീഫൻ CJ, അബൂബക്കർ സിദ്ദിഖ്, ഹരിദാസ് പാലക്കാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പൂപ്പാറ പന്നിയാർ ചന്ദനമാരിയമ്മൻ ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ B വെങ്കടേഷ് ശർമ്മ അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ തോട്ടം തൊഴിലാളികളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് പൂപ്പാറ ചന്ദനമാരിയമ്മൻ ക്ഷേത്രം
പുനർനിർമ്മാണം നടത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ബി വെങ്കിടേഷ് ശർമ്മ അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം പൂജാരിമാരായ ഷൺമുഖവേൽ, സിക്കയ്യ, മുനീശ്വരൻ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലുമാണ് അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം നടന്നത്. പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചായിരുന്നു ചടങ്ങ്. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും വിവിധ ആചാര അനുഷ്ഠാനങ്ങളും പൂജാകർമ്മങ്ങളും നടന്നു. 2013 முதலாக இந்த சந்திர மாரியம்மன் இங்கே உருவாகி அதற்கு முன்பு கோயில் இருந்தாலும் 2013 தான் நம்ம கோயில் கட்டி கும்பாபிஷேகம் நடத்தினோம். 12 வருஷம் முடிஞ்சிருச்சு. இன்னைக்கு புனர் കുംഭാഭിഷേകം നടത്തിക്കൊണ്ടിരിക്കും. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനെത്തിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് എം രാജൻ, സെക്രട്ടറി ആർ മാരിമുത്തു, ട്രഷറർ എസ് മുക്ത എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ലൈഫ് മിഷൻ പദ്ധതി വഴി വാത്തിക്കുടി പഞ്ചായത്തിൽ നടക്കുന്ന ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന ആരോപണം. മുരിക്കാശ്ശേരിക്ക് സമീപമാണ് 28 കുടുംബങ്ങൾക്ക് വേണ്ടി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതയും ക്രമക്കേടുകളും മുൻപും ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ലൈഫ് മിഷൻ പദ്ധതി വഴി 28 കുടുംബങ്ങൾക്കുള്ള ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ തുടക്കം മുതൽ തന്നെ അശാസ്ത്രീയത നാട്ടുകാരും പൊതുപ്രവർത്തകരുമെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നു. പഞ്ചായത്ത് റവന്യൂ വകുപ്പിന് കൈമാറിയ 90 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം നടക്കുന്നത്. ഫ്ളാറ്റിന്റെ നിലകൾ നിർമ്മിക്കുന്ന ഇരുമ്പ് കേഡറുകൾ മാത്രമാണ് ഗുണനിലവാരമുള്ളതായി കാണുന്നത്. മുറികൾ വേർതിരിക്കുന്ന ഭിത്തികളുടെ നിർമ്മാണം ഇരുമ്പ് ചതുര പൈപ്പുകളാണ്. കനം കുറഞ്ഞ തകിട് നിരത്തിയ ശേഷം അതിനു മുകളിലാണ് തറയുടെ കോൺക്രീറ്റ് ജോലികൾ നടത്തിയിട്ടുള്ളത്. ജനലുകളും വാതിലുകളും ഉൾപ്പെടെ മുഴുവൻ ഇരുമ്പിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതാഘാതവും ഇടിമിന്നലും ഏൽക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു. 4,55 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. വീണ്ടും 3 കോടി രൂപ കൂടി അധികമായി അനുവദിക്കണമെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. എന്നാൽ 28 വീടുകൾക്ക് 10 ലക്ഷം രൂപ വീതം ചെലവിട്ടാൽ പോലും 2.80 കോടിയിൽ വീടുകൾ പൂർത്തീകരിക്കാമെന്നിരിക്കെയാണ് വൻ തുകകൾ അനുവദിച്ചുകൊണ്ട് ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതെന്നാണ് ആരോപണം. ഇനിയും ഇത് പൂർത്തീകരിക്കണമെങ്കിൽ 3 കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് ലൈഫ് മിഷന്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. 28 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം അനുവദിച്ചാൽ പോലും 2,80 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വീട് നന്നായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. റവന്യൂ വകുപ്പിൽ നിന്ന് 90 സെന്റ് സ്ഥലം ഈ ഭവന പദ്ധതിക്കായി വിട്ടുകൊടുത്തത് ദുരുപയോഗപ്പെടുത്തുകയും ഇത് ഇരുമ്പ് കേഡർ വെച്ച് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇരുമ്പ് കേഡർ വെച്ചിട്ട് 4 നിലകളിലായി പണിയുമെന്നാണ് എസ്റ്റിമേറ്റ് പറയുന്നത്. ഇത് വ്യാപകമായ ക്രമക്കേടിനും അഴിമതിക്കും ഇരയാക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് ഏതൊരാൾക്കും നഗ്ന നേതൃത്വത്തിൽ തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി വിജിലൻസ് അടക്കം അന്വേഷണം നടത്തിക്കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്ന് CPIയുടെ ഇടുക്കി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നു. മുരിക്കാശ്ശേരിയിൽ നടക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. നിർമ്മാണത്തിൽ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 59, വിൽപ്പനയ്ക്ക് വന്നത് 10,489, വിൽപ്പന നടന്നത് 10,232, കൂടിയ വില 3,158, ശരാശരി വില 2,487. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 715 രൂപ, ഏലം കൂടിയ വില 2,400, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,815 രൂപ, വെള്ളി 110.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പന നഗരസഭയുടെ ക്യാൻസർ രോഗനിർണയ കേന്ദ്രം, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം, സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് എന്നിവ 22 മുതൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ക്യാൻസർ രോഗനിർണയ കേന്ദ്രം മന്ത്രി റോഷി അഗസ്റ്റിനും, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഡീൻ കുര്യാക്കോസ് എംപിയും, സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോണും ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച വളർത്തുനായ ചത്തു. നായയുടെ ശരീരത്തിലുണ്ടായിരുന്നത് 10ഓളം മുറിവുകൾ. നായ ഉണ്ടായിരുന്നത് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ സംരക്ഷണത്തിൽ. കട്ടപ്പന കല്യാണത്തണ്ട് വെട്ടിക്കുഴക്കവല മേഖലകളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനെത്തിച്ച ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുന്നില്ലെന്ന് പരാതി. 2 ട്രാൻസ്ഫോർമറുകൾ കട്ടപ്പന KCBയിൽ എത്തിച്ചത് നിരവധി പരാതികളുടെയും സമരങ്ങളുടെയും ഫലമായിട്ട്. ലൈഫ് മിഷൻ പദ്ധതി വഴി മാത്തിക്കുടി പഞ്ചായത്തിൽ നടക്കുന്ന ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന ആരോപണം. 28 കുടുംബങ്ങൾക്ക് വേണ്ടി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത് മുരിക്കാശ്ശേരിക്ക് സമീപം. നിർമ്മാണത്തിലെ അപാകതയും ക്രമക്കേടുകളും മുൻപും ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.